നമസ്കാരം. കഴിഞ്ഞ 2-3 മാസക്കാലമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യങ്ങൾ നിരന്തരം ഞങ്ങൾ പറയുമായിരുന്നു. DA സംബന്ധിച്ച് എത്രയോ വീഡിയോ ചെയ്തു. ഞങ്ങൾക്ക് തലയ്ക്ക് പ്രാന്താണെന്നും വട്ടാണെന്നും പല രൂപത്തിലാണ്, പല തരത്തിൽ നേരിട്ടും അല്ലാതെയും അഭിനന്ദിച്ചവരും ആക്ഷേപിച്ചവർക്കും ഒരു കുറവുമില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷമായി. ഞങ്ങൾ വളരെ കൃത്യമായി പിടിച്ചിരുന്നൊരു വിഷയത്തിൽ തീരുമാനമാകുന്നു. ഞങ്ങൾ പിടിച്ചത് കൊണ്ട് മാത്രമല്ല തീരുമാനം, എന്നാൽ ഞങ്ങൾക്കും ഇതിലൊരു പങ്കുണ്ടെന്ന് അഭിമാനിക്കാം. എന്തായാലും DA സംസ്ഥാന സർക്കാർ ഇന്നലെ പ്രസിദ്ധീകരണത്തിനെന്ന് പറഞ്ഞ് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 4/3/2026 ബുധൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണത്തിന് DA/DR കുടിശ്ശിക അനുവദിച്ച് ഉത്തരവായി. ഇനിയിപ്പോൾ അതിന് ഉത്തരവ് ഇറങ്ങും. അതായത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി ലഭ്യമാക്കിയ DAക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശിക അനുവദിച്ച് ഉത്തരവായി. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കും. അപ്പോൾ DR ലഭിക്കും, ഡിയർനെസ് റിലീഫും ലഭിക്കും, ഡിയർനെസ് അലവൻസും ലഭിക്കും. നേരത്തെ അനുവദിച്ച DA/DR ഗഡുക്കൾക്കെല്ലാം മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് കുടിശ്ശിക. അതുപോലെ തന്നെ UG CICT മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കീമിൽപ്പെട്ട അധ്യാപകർക്കും ഉൾപ്പെടെ കുടിശ്ശിക ലഭിക്കും. അവർക്ക് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിനായിരുന്നു ഡോക്ടർമാർ സമരം ചെയ്തത്. അതും ക്ലിയർ ചെയ്യുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷനൊക്കെ നൽകേണ്ട മുഴുവൻ തുകയും DRും ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അനുവദിച്ച DAയുടെയും DRൻ്റെയും വിതരണം കുടിശ്ശിക ഘട്ടം ഘട്ടമായി ചെയ്യുമെന്നാണ് പറയുന്നത്. ധനകാര്യമന്ത്രി ബാലഗോപാൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 26-27 സാമ്പത്തിക വർഷത്തിൽ നിശ്ചയിച്ച കുടിശ്ശിക ഗഡുക്കളുടെ വിതരണത്തിനായുള്ള തുകയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 11ാം ശമ്പള പരിഷ്കരണ ഭാഗമായി പ്രഖ്യാപിച്ച 7% ക്ഷാമബത്ത 2021 ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിനൊപ്പമാണ് വിതരണം ചെയ്തത്. ഇത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കുറിപ്പാണ്. ബാക്കി നമ്മുടെ അഭിപ്രായം പറയാം. തുടർന്ന് 5 തവണയായി ഓരോ വിഹിതം അനുവദിച്ചിരുന്നു. തത്തുല്യമായ ആശ്വാസവും അതായത് DRും 13 കൊടുത്തിരുന്നു. 13% ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി അനുവദിച്ചു. മുഴുവൻ DAയും DRനും അനുവദിക്കേണ്ട യഥാർത്ഥ കാലാവധി കണക്കാക്കി മുൻകാല പ്രാബല്യം നൽകിയാണ് കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഇത് വരുന്ന സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് തീരുമാനം. അവിടെയാണ് ചതി. നമുക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് 13% DA കിട്ടിയവരുണ്ട്. ആ DAയുടെ പൈസയൊക്കെ ഏപ്രിൽ ശമ്പളത്തിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവനയൊക്കെ അയച്ചു തരണം. അന്ന് ഞങ്ങളുടെ ചാനലും നിലനിൽക്കണമല്ലോ. നമുക്ക് അന്നമൊക്കെ വാങ്ങിക്കണമല്ലോ. ഞങ്ങളൊരു കുറച്ച് പേര് ജീവിക്കുന്ന ഇതുകൊണ്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അന്നമൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾ പൈസയൊക്കെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ തുകയൊക്കെ അയച്ചു തരണം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം, ഇത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റിയത് മനസ്സിലായില്ല. പിന്നെ സർക്കാർ ഉത്തരവ് ഇറങ്ങിയത് കൊണ്ട് എന്തായാലും അത് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ UDF വന്നാലും LDF വന്നാലും പ്രതിസന്ധി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ LDF വരണേ ചിലപ്പോൾ അത് 1-2 കൊടുത്തിട്ട് ബാക്കി PFൽ അങ്ങാനും കയറി ലയിപ്പിക്കുമോ, അത് കാശായിട്ട് കൊടുക്കുമോ. എന്തായാലും ഏപ്രിൽ 1 മുതലുള്ള സാമ്പത്തിക വർഷത്തിൽ വിവിധ 8 ഗഡുക്കളായിട്ടാണ് കൊടുക്കുമെന്ന് പറയുന്നത്. 8 ഗഡുക്കളായിട്ട് കൊടുക്കുമ്പോൾ അത് ഇനി 1-2 ഗഡു കൊടുത്തിട്ട് ബാക്കി PFൽ ലയിപ്പിക്കുമോ, അതോ 8 ഗഡുക്കളും തുല്യമായി കൊടുക്കുമോ, തുടർച്ചയായി കൊടുക്കുമോ, എത്രയാണ് കാലാവധി, ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയില്ല. ഏത് മാസം വരെ കൊടുത്ത് തീർക്കും. അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ ഡിസംബർ 3 തീയതി വരെ, അല്ലെങ്കിൽ 8 മാസം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ 3 തീയതി വരെ 30-നകം കൊടുത്തത് അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നീണ്ടു പോകാനൊരു സാധ്യതയുണ്ട്. മാത്രമല്ല UDF വന്നാൽ ഇതേ ജിയോയിൽ എന്തെങ്കിലും അമെൻമെൻറ്റ് വരുത്താൻ അവർക്കും ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അവർക്കും സാധ്യതയുണ്ട്. ചിലവർ ഒന്നിച്ച് കൊടുക്കാം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ PFൽ ലയിപ്പിക്കാം. പല തരത്തിലുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രഖ്യാപിക്കുകയും അതിനകത്തൊരു അനിശ്ചിതത്വം ഇടുകയും ചെയ്തു എന്നുള്ളതാണ് ബാലഗോപാലിൻ്റെ ഭരണപരിചയക്കുറവ്. എന്നാൽ ഭരണപരിചയമുള്ള തോമസ് ഐസക്കിനെ വീണ്ടും മത്സരിപ്പിക്കുന്നുമില്ല. ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഭരണപരിചയമുള്ളത് തോമസ് ഐസക്കിനാണ്. പക്ഷെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല. അതിന് പകരം ബാലഗോപാൽ തന്നെ മത്സരിക്കും. പക്ഷെ ജയിക്കുമോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ ആളുകൾ തീരുമാനിക്കും. കാരണം ഈ ഓരോ വിഷയത്തിലും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റോഷി അഗസ്റ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം നിൽപ്പുണ്ട്. അതുപോലെ ഈ കാര്യത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഇങ്ങനെ വട്ടം കറക്കി അവസാനം ഇത് കൊടുക്കുകയും ചെയ്യും, കരയിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ചെറിയിലിട്ട് അടിയും കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുമെന്ന് പറയുന്ന മുട്ടായി കൊച്ചുകുഞ്ഞുങ്ങൾക്ക് ഒരൊറ്റ അടി അടിച്ചു കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുട്ടായി കൊടുക്കുമെന്ന് പറയുന്ന പോലെ ആയിപ്പോയി ബാലഗോപാലിൻ്റെ പരിപാടി. ഇതൊരു വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ബാലഗോപാലിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രിക്കും ഒരു പൊൻതൂവൽ കിട്ടിയേനെ. അത് പുതിയുഗ യാത്രയ്ക്ക് അത് ഇത്ര ആളുകൾ പോകില്ലായിരുന്നു. പക്ഷേ എന്തായാലും ചെയ്ത് നാശക്കോട്ടയാക്കി കോളമാക്കി. ശമ്പള പരിഷ്കരണം അതുപോലെ തന്നെയാണ്. ബ്രിമ്മിൽ കൊണ്ട് ചെയ്തു. ഇനിയിപ്പോൾ ഉത്തരവ് വരാൻ സമയമെടുക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്രയെന്നറിയത്തില്ല. എന്തായാലും ചെയ്തത് വലിയ കാര്യം. പക്ഷേ
അത് ചെയ്ത് കുളമാക്കി എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോഴും ഞങ്ങൾ തുടർച്ചയായി കഴിഞ്ഞ 3-4 മാസക്കാലത്തോളം ഡി എ സംബന്ധിക്കുന്ന കോടതി വിധികൾ, അതുപോലെ ഡി എ സംബന്ധിക്കുന്ന സർക്കാർ ഉത്തരവുകൾ, സർക്കാരിൻ്റെ ഉറപ്പുകൾ എല്ലാത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ സമഗ്രമായി വീഡിയോകൾ ചെയ്തിരുന്നു. പല വീഡിയോകൾക്കും ഞങ്ങൾക്കറിയാം വലിയ റീച്ച് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ പലപ്പോഴും മന്ത്രി ഓഫീസിലും സർവീസ് സംഘടനാ നേതാക്കൾക്കും എല്ലാം പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ചലനങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. IASകാർക്ക് ഞങ്ങളുടെ വീഡിയോകൾ പോകാറുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പുകൾ വഴി വീഡിയോസ് പോകാറുണ്ട്. എന്തായാലും വലിയ ഒരു സാറ്റലൈറ്റ് ചാനലാവട്ടെ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലാകട്ടെ, ഡിജിറ്റൽ ചാനലാകട്ടെ, ഇത്ര തുടർച്ചയായി കൺസിസ്റ്റൻ്റായി DAയെയും ശമ്പള പരിഷ്കരണം പോലുള്ള സർക്കാർ സർവീസിൻ്റെ വിഷയങ്ങളെ എടുത്തിട്ടേയില്ല. അത് അംഗനവാടി വിഷയമാകട്ടെ, ആശാ വർക്കേഴ്സിൻ്റെ ആകട്ടെ, ഞങ്ങൾ എടുക്കുന്ന വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്യും. അത് ഞങ്ങളുടെ കേവല റീച്ചിന് വേണ്ടി, റീൽസിന് വേണ്ടി ഒന്നുമല്ല. ഞങ്ങൾക്കതിലൊരു താല്പര്യമുള്ളത് അതിലൊരു വിഷയം പരിഹരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും DA കൊടുക്കുന്ന കാര്യത്തിൽ ഇടപെട്ട് ആദ്യം 3% DA കൊടുത്തു, പിന്നെ 10% DA കൊടുത്തു. അപ്പോൾ 13% DA ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. DRൻ്റെ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോഴിതാ പുതിയ ഒരു പ്രശ്നം കൂടി പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് ഡേറ്റ് ഇനിയിപ്പോൾ എത്ര കാലത്തിൽ കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സർക്കാരിൻ്റെ ടേംസ് ആൻഡ് റെഫറൻസും അതുപോലെ കണ്ടീഷൻസ് ഒന്നും നമുക്ക് കൈവയ്ക്കാൻ പറ്റുന്നതല്ല. പക്ഷേ നമുക്ക് തത്വത്തിൽ ഇതിനെതിരെ കൊടുത്തില്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും കൊടുത്താൽ അഭിനന്ദിക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും തത്വത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ഇനി എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ക്ലാരിറ്റി വരേണ്ടത് ഉത്തരവ് വരുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി വരുന്നത്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ UDF ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ അവർ ഈ ഉത്തരവിൽ ചിലപ്പോൾ എന്തായാലും മാറ്റം വരുത്താം. അപ്പോൾ അത് സർവീസ് സംഘടനകൾക്ക്, ജീവനക്കാർക്കും അനുയോജ്യമല്ലെങ്കിൽ സമരം നടക്കാം. ഇതെല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ എന്നാലും താൽക്കാലികമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒന്ന് സമാശ്വസിക്കാം. തരുമല്ലോ, അല്ലെങ്കിൽ തരാമെന്നൊരു ഗവൺമെൻറ് സമ്മതിച്ചല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും DAയെ സംബന്ധിച്ച് നിന്ന അനിശ്ചിതത്വം, നമ്മുടെ മുന്നിൽ നിന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അതൊരു ഷാഡോ പോലെ നിന്നൊരു പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് ബാലഗോപാലിനും ഒരു ബിഗ് സല്യൂട്ട്. നല്ല കാര്യം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ വിഷയങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മാത്രമല്ല, ഇനിയിപ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഗുണദോഷങ്ങൾ നമുക്കറിയണം. അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ, ഇനി ലീവ് സറണ്ടറിൻ്റെ ഒരു വിഷയം കിടപ്പുണ്ട്. അതും നമ്മൾ ടേക്കപ്പ് ചെയ്യും. ഓരോ വിഷയങ്ങളായി കൃത്യമായി നമ്മൾ ടേക്കപ്പ് ചെയ്യും. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം, ജീവനക്കാരോടൊപ്പവും, ആശാ വർക്കേഴ്സ്, അംഗനവാടി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, പിന്നെ അതുപോലെ തന്നെ മറ്റ് തയ്യൽ തൊഴിലാളികൾ തുടങ്ങി മദ്യത്തൊഴിലാളികൾ തുടങ്ങി സകലമാന പണിയെടുക്കുന്ന വിഭാഗം തൊഴിലാളികളോടും ജീവനക്കാരോടൊപ്പം സുഭാഷിതം എന്നും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വളരെ കൃത്യമായി ഞങ്ങളത് വീഡിയോസ് ചെയ്യുന്നതും ഫോളോ അപ്പ് ചെയ്യുന്നതുമാണ്.